ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനുള്ളിൽ സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തുന്നതോടെ ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം മാർ ഇവാനിയോസ് കോളേജിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങും ഉദ്ഘാടനം ചെയ്യും. ഗോപാൽ ശീലാസനൽ നൽകും വിവരങ്ങൾ. ഗോപാൽ, വിശദാംശങ്ങൾ. ശ്രുതി, ചൈതന്യ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സന്ധ്യയോടുകൂടിയാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇന്നലെ വൈകുന്നേരം പാളയം LMS കോമ്പൗണ്ടിൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ അദ്ദേഹം 7:20 മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു. ശേഷം ഇന്നലെ രാത്രി ലോക് ഭവനിലായിരുന്നു അദ്ദേഹം തങ്ങിയത്. തുടർന്ന് ഇന്ന് രാവിലെ ഹെലികോപ്റ്റർ മുഖാന്തരം അദ്ദേഹം വർക്കല ശിവഗിരിയിലേക്ക് പോകും. ശിവഗിരി പാപനാശം ഹെലിപാഡിൽ ഇറങ്ങുന്ന അദ്ദേഹം ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനമാണ് ഔദ്യോഗികമായി നിർവഹിക്കുക. ആ പരിപാടിയിൽ മന്ത്രി MP രാജേഷ്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രമുഖരും മന്ത്രിമാരും എല്ലാം തന്നെ പങ്കെടുക്കും. സ്വാമി സച്ചിദാനന്ദ രാവിലെ 9:30 ധർമ്മപതാക ഉയർത്തുമ്പോഴാണ് ഇതിന്റെ പരിപാടിക്ക് ഔദ്യോഗികമായി തുടക്കമാവുക. വലിയൊരു ജനബാഹുല്യം തന്നെ അവിടെ പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ വലിയ സുരക്ഷാ സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി പ്രദേശത്ത് ട്രയൽ റണ്ണും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും നടന്നു വരികയാണ്. ശേഷം അവിടുത്തെ പരിപാടി പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ഹെലികോപ്റ്റർ മുഖാന്തരം തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും. തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയോസ് പ്ലാറ്റിനം ജൂബിലി ചടങ്ങിന്റെ ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 1 വർഷമായി നടന്നു വരുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനമാണ് ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുക. അതേ ചടങ്ങിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ അടക്കമുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ പങ്കെടുക്കും. ശേഷം ശരി, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.